ശ്രീകാന്ത് ബോല എഴുതിയ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന പാഠത്തിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, വൈ ഡസ് ശ്രീകാന്ത് ബോല സേസ് ദാറ്റ് ഹിസ് പാരൻസ് ആർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ്? എന്തുകൊണ്ടാണ് ശ്രീകാന്ത് ബോല തൻ്റെ പാരൻസ് ആണ് ഈ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കപ്പിൾസ് എന്ന് പറയാനുള്ള കാരണം? ആൻസർ, ശ്രീകാന്ത് സേസ് ദാറ്റ് ഹിസ് പാരൻസ് were the richest couple in the world because despite their poverty and his disability they gave him unconditional love and care. ശ്രീകാന്ത് പറയേണ്ടായി തൻ്റെ പാരൻസ് ആണ് ഈ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കപ്പിൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ പോവേർട്ടിയിലും ഡിസബിലിറ്റിയിലും അവരുടെ ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റിയിലും അദ്ദേഹത്തിൻ്റെ വൈകല്യത്തിലും ദേ ഗേവ് ഹിം അൺകണ്ടീഷണൽ ലവ് ആൻഡ് കെയർ. അവർ അദ്ദേഹത്തിന് പരിമിതികളില്ലാത്ത ലവും കെയറും അദ്ദേഹത്തിന് നൽകി. ദർ ഇമോഷണൽ വെൽത്ത് ആൻഡ് സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ് മെയ്ഡ് ദം ഫീൽ റിച്ച് ഈവൻ ദോ ദേ ഏൺഡ് ഓൺലി 20,000 a year. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള വെൽത്ത്, വൈകാരികമായ സമ്പത്തും അവരുടെ സപ്പോർട്ടീവ് മൈൻഡ് സെറ്റും അവരുടെ സപ്പോർട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊക്കെ അദ്ദേഹത്തെ റിച്ചായിട്ട് തോന്നിച്ചു എന്നാണ്. കാരണം ഈവൻ ദോ ഏൺഡ് ഓൺലി 20,000 a year, ഒരു വർഷം വെറും 20,000 രൂപ മാത്രമേ അവർക്ക് വാർഷിക വരുമാനം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരുടെ സപ്പോർട്ടീവ് മൈൻഡും അവരുടെ ഇമോഷണൽ വെൽത്തും അദ്ദേഹത്തെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള പാരൻസ് ആയിട്ട് തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ശ്രീകാന്ത് ഫാദർ ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത്? എന്തുകൊണ്ടാണ് ശ്രീകാന്തിൻ്റെ ഫാദർ എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ പാത എന്ന് പറയാനുള്ള കാരണം? ശ്രീകാന്ത് ഫാദർ ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത് ബിക്കോസ് ശ്രീകാന്ത് ഫിസിക്കൽ ഡിസബിലിറ്റി മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഹിം ടു ഹെൽപ്പ് ദ ഫാമിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീകാന്തിൻ്റെ ഫാദർ ശ്രീകാന്തിന് എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ പാത്ത് എന്ന് പറയാനുള്ള കാരണം? ശ്രീകാന്തിൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റി അദ്ദേഹത്തിനെ കഠിനമാക്കി മാറ്റും. ഹെൽപ്പ് വിത്ത് ഫാമിംഗ്, കൃഷിയിലൊക്കെ സഹായിക്കുന്നതിൽ. റിയലൈസിങ് ദിസ് ട്രഡീഷണൽ വർക്ക് വാസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ശ്രീകാന്ത്. ട്രഡീഷണൽ വർക്ക്, പരമ്പരാഗതമായ ജോലി ശ്രീകാന്തിന് സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കിയ ഫാദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് എഡ്യൂക്കേഷൻ കുഡ് ബി ഓഫർ ഹിം ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡിഫറെൻറ്റ് വേ ടു സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ, വ്യത്യസ്തമായ പാതകൾ, അവസരങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രമേ തൻ്റെ മകന് ആ ഒരു അവസരങ്ങൾ നൽകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകാനുള്ള തീരുമാനമെടുത്തത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ശ്രീകാന്ത് എക്സൽ ആസ് എ സ്റ്റുഡൻറ് അറ്റ് ദ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്? ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന്? ശ്രീകാന്ത് എക്സൽഡ് ആസ് എ student at a special school in Hyderabad by becoming outstanding student, earning top rank and representing India in chess and cricket. ശ്രീകാന്ത് ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആയത് ടോപ്പ് റാങ്ക് വാങ്ങിക്കൊണ്ടും അതുപോലെ ഇന്ത്യയെ ചെസ്സിലും ക്രിക്കറ്റിലും പ്രതിനിധീകരിച്ചുകൊണ്ടുമാണ്. ദ സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് അലൗഡ് ടു ഗ്രോ ഹിം കോൺഫിഡൻസ് ആൻഡ് ഷോക്കേസ് ഹിസ് ടാലൻറ്റ്. അവിടെ കിട്ടിയ സപ്പോർട്ടീവായിട്ടുള്ള പരിസ്ഥിതി, ചുറ്റുപാടുകൾ അദ്ദേഹത്തെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പ്രദർശിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ശ്രീകാന്ത് സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് എ വിഷ്വലി ഇമ്പയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ്. വിഷ്വലി ഇമ്പയർഡ് അല്ല, വിഷ്വലി ചലഞ്ച്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? വിഷ്വലി ഇമ്പയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച വൈകല്യമുള്ളവൻ, കാഴ്ചശക്തി ഇല്ലാത്തവൻ. അതിനെ ശ്രീകാന്ത് പറഞ്ഞത് വിഷ്വലി ചാലഞ്ച്ഡ് എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ആൻസർ, ശ്രീകാന്ത് സേസ് ഈസ് നോട്ട് വിഷ്വലി ചാലഞ്ച്ഡ്, വിഷ്വലി ഇമ്പയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് വ്യൂ ദ ബ്ലൈൻഡ്നെസ് ആസ് എ ലിമിറ്റേഷൻ ഓർ വീക്ക്നെസ്. കാരണം അദ്ദേഹം അന്ധതയെ ഒരു പരിമിതിയായിട്ടോ ഒരു ദുർബലതയായിട്ടോ കണ്ടില്ല എന്നുള്ളതാണ്. പകരം ഈ സീസ് ഇറ്റ് ആസ് എ ചാലഞ്ച് ടു ഓവർകം, മറികടക്കാൻ പറ്റുന്ന, ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. എംഫസൈസിങ് ദ ഡിറ്റർമിനേഷൻ, സ്ട്രെങ്ത് ആൻഡ് റിഫ്യൂസൽ ടു ബി ഡിഫൈൻഡ് ബൈ അതേഴ്സ് പെർസെപ്ഷൻ. അപ്പോൾ ആ ഒരു വെല്ലുവിളിയെ എങ്ങനെ മറികടക്കാം? അതിനെ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനവും, സ്ട്രെങ്ത്, മാനസികമായ കരുത്തും, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ റിഫ്യൂസ് ചെയ്യാനും നിരസിക്കാനുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം വിഷ്വലി എംപയർഡ് അല്ല, വിഷ്വലി ചാലഞ്ച്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം.
നെക്സ്റ്റ്, ഹൗ ഡിഡ് ശ്രീകാന്ത് ഓവർകം ദ ഒബ്സ്റ്റക്കിൾസ് ഇൻ പർസ്യൂയിങ് ഹിസ് സ്റ്റഡീസ് ഇൻ സയൻസ്? സയൻസ് പഠിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തടസ്സം അല്ലേ? തടസ്സം ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെയാണ് ശ്രീകാന്ത് ഓവർകം ചെയ്തത്? ആൻസർ, ശ്രീകാന്ത് ഓവർകം ദ ഒബ്സ്റ്റക്കിൾ പർസ്യൂയിങ് ഹിസ് സ്റ്റഡി ടു സയൻസ് ബൈ ടേക്കിംഗ് ലീഗൽ ആക്ഷൻ. എന്തെടുത്തു? ലീഗൽ ആക്ഷൻ എടുത്തു, നിയമ നടപടി എടുത്തു അല്ലേ? എഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്, സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു അദ്ദേഹം. വിച്ച് ഇവൻച്വലി അലൗഡ് ഹിം ടു സ്റ്റഡി സയൻസ് അറ്റ് ഹിസ് ഓൺ റിസ്ക്. ഇവൻച്വലി, അതിനെ തുടർന്ന് അദ്ദേഹത്തിന് സയൻസ് സ്വന്തം റിസ്കിൽ പഠിക്കാനുള്ള അനുമതി കിട്ടി. ഡെസ്പൈറ്റ് ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ആവശ്യമുള്ള റിസോഴ്സ്, ഉറവിടങ്ങൾ കിട്ടിയില്ല, സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ഈ വർക്ക്ഡ് ഹാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ. ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടി അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. ഹു റെക്കോർഡഡ് ഹിസ് ടെക്സ്റ്റ് ബുക്ക്. അവർ അദ്ദേഹത്തിന് പഠിക്കാനുള്ള ബുക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തു കൊടുത്തു. എനേബിളിംഗ് ഹിം ടു സ്കോർ 98% ഇൻ എക്സാം. അങ്ങനെ ശ്രീകാന്ത് പരീക്ഷയിൽ 98% മാർക്ക് നേടി. ദിസ് ഡെമോൺസ്ട്രേറ്റ് ഈസ് റീസൈലൻസ്, ഡെഡിക്കേഷൻ, ബിലീവ്സ് ഇൻ എബിലിറ്റി. സ്വന്തം എബിലിറ്റിയിൽ, സ്വന്തം കഴിവിൽ ഉള്ള ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴുത്തൊക്കെയാണ് ഇതിലൂടെ പ്രതിപാദിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what do you understand about attitude of society disabled individual when Bhola was student in school? ശ്രീകാന്ത് ബോല സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട അനുഭവങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു സമൂഹത്തിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താ? ഹൗ ഡിഡ് യു ഹെൽപ്പ് ടു ചേഞ്ച് ദ സിറ്റുവേഷൻ? ഈ ഒരു അവസ്ഥ മാറാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. Society's attitude toward disabled individual during Bola's school's days is largely negative and discriminatory. ബോല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സമൂഹത്തിന് അദ്ദേഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു, ഡിസ്ക്രിമിനേറ്റർ ആണ്. എന്താ ഡിസ്ക്രിമിനേറ്ററി എന്ന് പറഞ്ഞാൽ? വിവേചനം അല്ലെ? വിവേചനമായിരുന്നു. ഹി വാസ് മെയ്ഡ് എ സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. കാരണം ശ്രീകാന്ത് ഡിസേബിൾഡ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റി എന്നൊക്കെ പുറത്താക്കി. ഡിനൈഡ് ഓപ്പർച്യൂണിറ്റി പ്യുവർലി ബിക്കോസ് ഹിസ് ബ്ലൈൻഡ്നെസ്. അന്ധത കാരണം അദ്ദേഹത്തിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പീപ്പിൾ സോ ഹിം ഇൻകേപ്പബിൾ. ആളുകൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്? കേപ്പബിൾ അല്ലാത്ത അല്ലെ, കഴിവില്ലാത്തവനായിട്ടാണ്. ശ്രീകാന്ത് ഹെൽപ്ഡ് ചേഞ്ച് ദി സിറ്റുവേഷൻ, ബിക്കമിങ് സക്സസ്ഫുൾ ആൻഡ് ഓണ്ടർപ്രണർ, സോഷ്യൽ റിഫോമർ. ശ്രീകാന്ത് ഈ ഒരു അവസ്ഥയെ എന്ത് ചെയ്തു? മാറ്റിയെടുത്തു. എങ്ങനെ? അദ്ദേഹം വിജയകരമായ ഒരു ഓണ്ടർപ്രണർ, ഒരു സംരംഭകനായി, സാമൂഹിക പരിഷ്കർത്താവായി. He founded Bolan Industries to empower employed disabled individual. അദ്ദേഹം തന്നെ ഒരു ബോലാൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ എംപവേർഡ് ആവാൻ, ശാക്തീകരിക്കാനും എംപ്ലോയ്മെന്റ്, തൊഴിൽ നൽകാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. സപ്പോർട്ട് thousands of education, sports, rehabilitation, proving that disability is not inability. വൈകല്യം ഒരു കഴിവില്ലായ്മയല്ല എന്ന് അദ്ദേഹം അതിലൂടെ തെളിയിച്ചു. അങ്ങനെ അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് എഡ്യൂക്കേഷനും സപ്പോർട്ടും റീഹാബിലിറ്റേഷനും നൽകി. അങ്ങനെയാണ് ശ്രീകാന്ത് സമൂഹത്തിനെ കറക്ഷൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ ഇൻസ്റ്റെഡ് ഓഫ് പെർസ്യൂയിങ് ഓപ്പർച്യൂണിറ്റി ഇൻ കോർപ്പറേറ്റ് സെക്ടർ ഇൻ US? അമേരിക്കയിൽ കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ റിജക്റ്റ് ചെയ്തുകൊണ്ട് പകരം അദ്ദേഹം ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള കാരണം എന്താ? ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ ബിക്കോസ്, കാരണം he wanted to solve the problem he had personally faced disabled individual. ഇന്ത്യയിൽ തന്നെ പോലെയുള്ള ആളുകൾക്ക്, തനിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. He believed in building better support system for people with disabilities and wanted to create opportunity for them to rather than pursuing comfortable life in corporate America. അപ്പോൾ അദ്ദേഹം എന്ത് വിശ്വസിച്ചു? ബിൽഡിംഗ് ബെറ്റർ സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ പീപ്പിൾ ഓഫ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് നല്ല സപ്പോർട്ട് നൽകി നല്ലൊരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കണം, സപ്പോർട്ടീവായിട്ടുള്ള. അവർക്ക് കൂടുതൽ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോർപ്പറേറ്റ് അമേരിക്കയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയിൽ തന്നെ പോലെയുള്ള ആളുകൾക്ക് നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്തത്. നെക്സ്റ്റ്, വാട്ട് ഡു യു തിങ്ക് ദ വേർഡ് റീഇൻറ്റഗ്രേറ്റഡ് മീൻ ദിസ് കോണ്ടെക്സ്റ്റ്? റീഇൻറ്റഗ്രേറ്റഡ് എന്ന വാക്കിന് ഈ ഒരു സന്ദർഭത്തിൽ എന്തർത്ഥമാണ് നൽകുന്നത് എന്നാണ് ചോദ്യം.
ആൻസർ in this context reintegrated means bring disabled individual back to mainstream society. ഇപ്പോൾ റീഇൻറ്റഗ്രേറ്റഡ് എന്ന പുനരുജ്ജീവനം എന്നാണ് അല്ലേ. പുനരുജ്ജീവനം എന്ന് പറയുന്ന ഈ വാക്കിന് ഇവിടെ അർത്ഥം എന്താണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ മെയിൻ സ്ട്രീം സൊസൈറ്റി, മുഖ്യധാരാ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള. ഹെൽപ്പിംഗ് ദം പാർട്ടിസിപ്പേറ്റ് ഫുള്ളി എഡ്യൂക്കേഷൻ. അങ്ങനെ മുഖ്യധാരാ സമൂഹത്തിൽ അംഗമാക്കാൻ അവരെ എന്ത് ചെയ്യണം? പൂർണ്ണമായി വിദ്യാഭ്യാസം നൽകണം, എംപ്ലോയ്മെൻറ്റ് നൽകണം, സോഷ്യൽ ലൈഫ് നൽകണം അല്ലേ. അങ്ങനെ അവരെ മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ ഭാഗമാക്കാം. റാദർ ദാൻ ഐസൊലേറ്റിംഗ് എക്സ്ക്ലൂഡിങ് ദം ഡ്യൂ ടു ഡിസബിലിറ്റി. അല്ലാതെ ഡിസബിലിറ്റി കാരണം അവരെ ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയൊന്നുമല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആക്ടിവിറ്റീസാണ്, ഡിസ്കോഴ്സുകളാണ്. അടുത്ത വീഡിയോ ലെസണിൽ നമുക്ക് ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.